ഇവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കുറച്ച് ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് തട്ടിക്കൊണ്ടുവരാണ്. എന്നിട്ട് ഇവൻ രക്ഷിക്കാൻ വരുമ്പോൾ ഇവനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇവനെയും പിടിച്ചു വെക്കുന്നുണ്ട്. അവളുടെ നല്ല ഒരുപാട് അപകടത്തിലാവുമ്പോഴത്തേക്കും അവനാണെങ്കിൽ അവൻ്റെ സൂപ്പർ പവർ യൂസ് ചെയ്യുകയാണ്. സൂപ്പർ പവറിൻ്റെ ശക്തി കൊണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ തെറിച്ച് വീഴുകയാണ്. അങ്ങനെ അവളും ആ കെട്ടിയിട്ടിരിക്കുന്ന കയറിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ്റെ ദേഹത്തോട്ട് വന്ന് വീഴുന്നുണ്ട്. അവൾ തറയിൽ വീഴപ്പോഴത്തേക്കും ഇവൻ അവളെ കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ അവൾ രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. ഇവൻ്റെ സൂപ്പർ പവർ എനർജി യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ ഫെയിൻ്റായിട്ട് വീഴുന്നുണ്ട്. അവൻ്റെ സൂപ്പർ പവർ അവൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഹെൽത്ത് വളരെയായിട്ട് വീക്കാവും. അതറിഞ്ഞു വെച്ചിട്ട് കൂടെ ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അത് യൂസ് ചെയ്തത്. അത് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ അവൻ ഫെയിൻ്റ് ആവുന്നുണ്ട്. സമയമായപ്പോഴത്തേക്ക് ഇവർ തട്ടിക്കൊണ്ട് പോകാൻ വന്ന ടീമിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് വരുന്നുണ്ട്. പോലീസ് വന്ന് അവരെ അറസ്റ്റ് ചെയ്യാണ്. ആ സമയം കൊണ്ട് തന്നെ ഇവൻ വല്ലാതെ വീക്കാവുന്നുണ്ട്. എന്നിട്ട് പാതി ബോധത്തിൽ അവളടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരിക്കലും മറന്നു പോവില്ല എന്നൊക്കെ പറഞ്ഞ് അവളടുത്ത് കൺഫേസ് ചെയ്യാണ്. ചെയ്യുമ്പോൾ തന്നെ അവൻ്റെ ബോധവും ഫുള്ളും പോകുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയാണ്. അങ്ങനെ പോലീസ് ഈ റൗഡികളൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയും ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവൻ എപ്പോഴൊക്കെ ഈ സൂപ്പർ പവർ യൂസ് ചെയ്യുന്നു അപ്പോഴൊക്കെ അവൻ ഫെയിൻ്റ് ആവുകയും അവൻ്റെ ബോഡി വീക്കാവുകയും ചെയ്യും. എന്നാലും ഇവളെ രക്ഷിക്കാൻ വേണ്ടി അവൻ അത് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു ചൈനീസ് ഫാൻറ്റസി ഡ്രാമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.